നിങ്ങൾ ഇന്ന് വായിക്കുകയും കേൾക്കുകയും ചെയ്യാൻ പോകുന്നത് അസുരവിത്ത് എന്ന നോവലിൻ്റെ 31-ാം ഭാഗമാണ്. രചനയും അവതരണവും ഇമ്മാനുവൽ എം.വി. ഏവരെയും ഈ ഓഡിയോ ആവിഷ്കാരത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. മുടക്കമില്ലാതെ കേൾക്കാനും വായിക്കാനുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പരിചയപ്പെട്ട ആളിനെ കൂടുതൽ മനസ്സിലാക്കുമ്പോൾ എങ്ങനെയുള്ള ആളാണെന്ന് പിടികിട്ടുമല്ലോ. ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ കൊള്ളാം. ഇപ്പോൾ അത്രയല്ലേ പറയാൻ പറ്റുകയുള്ളൂ. നല്ല സുന്ദരിയാണ്, നല്ല നിറവും ആകാരഭംഗിയും, ആവശ്യത്തിന് തടിയും നീണ്ട് ഇടതൂർന്ന മുടിയും. സംസാര രീതിയും മനോഹരമാണ്. അനീഷിനും ആദ്യ ദർശനത്തിൽ എലിസബത്തിനെ ഇഷ്ടപ്പെട്ടു. ഞാൻ അനീഷ്, ബത്തേരി സെൻറ് മേരീസ് കോളേജിൽ 2-ാം വർഷം ഡിഗ്രിക്ക് പഠിക്കുന്നു. വിഷയം ചരിത്രം. കോഴിക്കോട് എവിടെയും കിട്ടാത്തതുകൊണ്ട് അല്പം ചെലവ് ചുരുക്കാൻ വേണ്ടി കാരണവന്മാർ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടതാ. പഠനത്തിൻ്റെ കാര്യത്തിൽ ഞാൻ അല്പം പിന്നിലാണ്. ഉള്ളത് പറയാമല്ലോ. ശ്രമിച്ചാലും പഠിക്കാൻ എനിക്ക് അല്പം കഴിവ് കുറവാന്നേ. അതങ്ങനെ അത്ര പെട്ടെന്നൊന്നും പരിഹരിക്കാവുന്നതല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. 2 പേരുടെയും കാര്യം ഏതാണ്ട് ഒരുപോലെ തന്നെയാണല്ലോ. തന്നെയും മാനന്തവാടിക്ക് പറഞ്ഞു വിട്ടതിൻ്റെ പ്രധാന കാരണം കോഴിക്കോട് എവിടെയും കിട്ടാത്തത് കൊണ്ടാണല്ലോ. വയനാടിനോട് ഒരു പ്രത്യേക താല്പര്യം പണ്ടേ ഉണ്ടായിരുന്നു എന്നത് ശരി. എങ്കിലും അതിനേക്കാളൊക്കെ കൂടുതലാണ് എവിടെയും കിട്ടിയില്ല എന്നത്. അതാരോടും പറയാറില്ല എന്ന് മാത്രം. എൻ്റെ പേര് എലിസബത്ത്. മാനന്തവാടിയിൽ +2-ന് പഠിക്കുന്നു. ഞാനും പഠനത്തിൻ്റെ കാര്യത്തിൽ വളരെ മുന്നിലായതുകൊണ്ടാണ് എനിക്ക് കോഴിക്കോട് എവിടെയും കിട്ടാതെ പോയത്. ഞാൻ പിന്നെ ഒരിക്കലും പിന്നിലായിപ്പോയി എന്ന് പറയാറില്ല. മുന്നിലായി പോയതുകൊണ്ട് കിട്ടിയില്ല എന്നേ പറയാറുള്ളൂ. നമ്മളങ്ങനെ ഒരു കാര്യത്തിലും പിന്നിലാകാൻ പാടില്ല ചേട്ടായി. കുഞ്ഞുമോൾ വിളിക്കുന്നത് പോലെ തന്നെയുള്ള അവളുടെ വിളി കേട്ടപ്പോൾ എന്തോ ഒരു പ്രത്യേകത അവളോട് തോന്നിയത് ശരിയാണ്. അതെന്തായിരിക്കും? കുഞ്ഞുമാളോട് തോന്നുന്ന വാത്സല്യമാണോ? അല്ല. അത് എന്ത് പ്രത്യേകതയാണെന്ന് ഒരു വട്ടം ആലോചിച്ചെങ്കിലും തൽക്കാലം തിരിച്ചറിഞ്ഞില്ല. ഏതായാലും അതൊരു സഹോദരിയോട് തോന്നുന്ന ആ കരുതലിൻ്റെ സ്നേഹമല്ല എന്ന് തീർച്ച. അപ്പോഴേക്കും വാഹനത്തിൻ്റെ റിപ്പയറിംഗ് വർക്ക് കഴിഞ്ഞു. സ്റ്റാർട്ട് ചെയ്ത് നോക്കി. ഓക്കെയാണ് എന്ന് കണ്ടതുകൊണ്ട് ആളുകളെ തിടുക്കത്തിൽ കയറ്റിയ അവർ അടിവാരത്ത് നിന്നും വിട്ടു. അനീഷ് പിന്നിലുള്ള സീറ്റിലേക്ക് പോയിരിക്കുകയും ചെയ്തു. അങ്ങനെ ആ സംസാരം അവിടെ വെച്ച് മുറിഞ്ഞു. പക്ഷേ അതൊരു തുടക്കം മാത്രമായിരുന്നു. നല്ല ഒരു തുടക്കം. പിന്നെ അവർ തമ്മിൽ കണ്ടത് പരീക്ഷ തീർന്ന ദിവസമാണ്. അന്ന് അനീഷിന് പരീക്ഷ ഉണ്ടായിരുന്നില്ല. എലിസബത്തിനും കീർത്തിക്കും പരീക്ഷയുണ്ടായിരുന്നു. അവർ പരീക്ഷ എഴുതി കഴിഞ്ഞു മടങ്ങുമ്പോൾ കൽപ്പറ്റയിൽ നിന്നും അനീഷും അതേ ബസ്സിൽ കയറി. അന്ന് ബസ്സിൽ വലിയ തിരക്കില്ലായിരുന്നു. അവനിത് എവിടെ പോയതായിരിക്കും? ബസ് കൽപ്പറ്റയിൽ നിർത്തിയപ്പോൾ കീർത്തിയുടെയും എലിസബത്തിൻ്റെയും സീറ്റിന് തൊട്ടു പുറകിലിരുന്ന ആണുങ്ങളിൽ ഒരാൾ ഇറങ്ങിപ്പോവുകയും ചെയ്തു. അവിടെ അങ്ങനെ ഒരു സീറ്റ് ഒഴിവു വന്നു. അപ്പോൾ പെട്ടെന്നാരും അവിടെ ഇരിക്കാനില്ലാഞ്ഞത് കണ്ടതുകൊണ്ട് അനീഷ് ബസ്സിൽ കയറിയത് കണ്ടതേ പെങ്ങൾ അവനെ അങ്ങോട്ട് വിളിച്ചു. ഇരിക്കാൻ സീറ്റ് തിരയുമ്പോഴാണ് അവൻ പെങ്ങളെയും കൂട്ടുകാരിയെയും കണ്ടത്. കീർത്തിയുടെ കൂട്ടുകാരിയോട് വർത്തമാനം പറഞ്ഞാൽ കൊള്ളാമെന്ന ആശയം മനസ്സിലുണ്ടായിരുന്നതുകൊണ്ട് അവൾ വിളിച്ചതേ അവരുടെ പുറകിലെ സീറ്റിൽ തന്നെ പോയി അനീഷും ഇരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു പെണ്ണെ ഇന്നത്തെ പരീക്ഷ? എളുപ്പമായിരുന്നോ? ഇന്നലെ നമ്മൾ പഠിച്ചതെല്ലാം എഴുതാൻ കഴിഞ്ഞോ? അതോ നീ കാര്യമായി പഠിച്ചതൊന്നും ചോദിച്ചില്ലേ? അങ്ങനെ വിളിച്ചു ചോദിച്ചതുകൊണ്ട് തന്നോട് തന്നെയാണോ എന്ന് എലിസബത്ത് ഒരു വേള ശങ്കിച്ചു. ഏതായാലും തന്നെ പെണ്ണെ എന്ന് സംബോധന ചെയ്യാൻ മാത്രമുള്ള അടുപ്പം നമ്മൾ തമ്മിൽ ഉണ്ടായിട്ടില്ലല്ലോ. ഇനി അങ്ങനെ വിളിച്ചാലും തനിക്ക് പരിഭവമൊന്നും ഉണ്ടാകുകയില്ലായിരുന്നു. ആ വിളിക്ക് എന്തോ ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. വളരെ അടുപ്പത്തോടെയുള്ള ആ വിളിയാണ് താനും ആഗ്രഹിക്കുന്നത്.
വിളി മാത്രം പോരാ എന്നേ ഉള്ളൂ. പരീക്ഷ എളുപ്പമായിരുന്നു ചേട്ടായി. ചോദിക്കുമെന്ന് നമ്മൾ വിചാരിച്ചതൊക്കെ തന്നെ വന്നു. പ്രതീക്ഷിക്കാത്തത് തീരെ ഇല്ലായിരുന്നു. അതുകൊണ്ട് എല്ലാം തന്നെ ഞാൻ ഭംഗിയായി എഴുതുകയും ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് ഞാൻ അല്പമെങ്കിലും മറന്നു പോവുകയോ മറ്റു തരത്തിലുള്ള എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടാവുകയോ ചെയ്തെങ്കിൽ മാത്രമേ മാർക്ക് നഷ്ടപ്പെടുകയുള്ളൂ. അല്ലെങ്കിൽ ഞാൻ സ്കോർ ചെയ്യുമേ, അതുറപ്പ്. ആങ്ങള വിളിക്കുന്ന രീതി വ്യക്തമായി അറിയാവുന്നയാൾ കീർത്തി ആയതുകൊണ്ട് അവൾക്ക് മറുപടി പറയാൻ അശേഷം ആലോചിക്കേണ്ടി വന്നില്ല. മാത്രവുമല്ല, അവരാണല്ലോ തലേദിവസം ഒരുമിച്ചിരുന്ന് പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തത്. കീർത്തിക്ക് നല്ല മാർക്ക് കിട്ടാൻ ആങ്ങളയ്ക്ക് എന്താ താല്പര്യം? ഇതുപോലെ കരുതൽ തൻ്റെ കാര്യത്തിലും കാണുമോ? കൂട്ടുകാരിക്ക് പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കാത്തതുകൊണ്ടായിരിക്കും പറയാത്തത്. രണ്ടുപേരും ഒരുമിച്ച് പരീക്ഷ കഴിഞ്ഞ് വന്നതല്ലേ. അപ്പോൾ ആരെങ്കിലും ഒരാളോട് ചോദിച്ചാൽ മതിയല്ലോ. കൂടുതൽ അടുപ്പം ഇപ്പോൾ സഹോദരിയോടാണല്ലോ എന്നതുകൊണ്ടാണ് അവളോട് ചോദിച്ചത്. അതുകൊണ്ട് കൂട്ടുകാരിക്ക് മറുപടി പറയാതിരിക്കേണ്ട ആവശ്യമില്ല. ഇവനിങ്ങനെ വളഞ്ഞു ചുറ്റേണ്ട ആവശ്യം വല്ലതുമുണ്ടോ? നേരെ നേരെ എന്നോടങ്ങ് ചോദിച്ചാൽ പോരെ? അതല്ലേ എനിക്കും സന്തോഷം. അല്ലാതെ ഒരുമാതിരി എങ്ങും തൊടാത്തതുപോലൊരു ചോദ്യം. ഞാൻ കൃത്യമായി തന്നെ ഉത്തരം കൊടുക്കുമല്ലോ. എന്ത് ചോദിക്കുന്നതിനും എലിസബത്തിന് വിഷമമില്ല എന്ന് ഇവന് മനസ്സിലായിട്ടില്ല. സാരമില്ല, കുറച്ച് കഴിയുമ്പോൾ മാറിക്കോളും. എൻ്റെ കാര്യമാണ് ചോദിച്ചതെങ്കിൽ എനിക്ക് പരീക്ഷ അത്രയൊന്നും എളുപ്പമല്ലായിരുന്നു എന്ന് ഞാൻ പറയും. കഷ്ടിച്ച് എങ്ങനെയെങ്കിലും ജയിച്ചു പോകാൻ മാത്രമുള്ള മാർക്ക് ചിലപ്പോൾ കിട്ടിയേക്കും. അത്രയേ ഉള്ളൂ. അത്രയേ ഞാൻ പ്രതീക്ഷിക്കുന്നുള്ളൂ. കുറേ കൂടുതൽ മാർക്ക് കിട്ടിയിട്ട് വെറുതെ എന്തിനാ ചേട്ടായി? ഏതെങ്കിലും ഒരു കോഴ്സിന് ഡിഗ്രിക്ക് പഠിക്കണം, അത് പോരെ? അതിനുവേണ്ടി ഇത്ര കൂടുതൽ മാർക്ക് വാങ്ങേണ്ട കാര്യമൊന്നും ഇല്ലെന്നാണ് എൻ്റെ ഒരു പക്ഷം. പഠിക്കാൻ ഏറ്റവും എളുപ്പമുള്ള ഏതേലും വിഷയമെടുത്ത് ഡിഗ്രിക്ക് പഠിക്കണം, അത്രയേ ഉള്ളൂ. ഇവൾ നമ്പർ 1 ഉഴപ്പ് ടീമാണ്. പഠിക്കാനൊന്നുമല്ല സ്കൂളിൽ പോകുന്നതെന്നാണ് തോന്നുന്നത്. അതങ്ങനെയല്ലേ വരികയുള്ളൂ. അല്ലെങ്കിൽ തന്നെ ഫിനാൻസ് കമ്പനിക്കാരൻ്റെ അല്ലേ മകൾ? മിക്കവാറും ഫിനാൻസ് കമ്പനിക്കാരുടെയും മക്കളൊക്കെ തലതിരിഞ്ഞു പോകുന്നതായിട്ടാണ് കണ്ടിട്ടുള്ളത്. പിന്നെ ഒരെണ്ണമായിട്ട് നന്നാകാൻ സാധ്യത കുറവല്ലേ? ഇതും അങ്ങനെ ആയിരിക്കും. താൻ പറഞ്ഞതിനോട് ഞാൻ പൂർണ്ണമായി യോജിക്കുന്നു. എൻ്റെ താല്പര്യവും അങ്ങനെയൊക്കെ തന്നെ. പക്ഷേ ഈ പെങ്ങൾ പെണ്ണിൻ്റെ താല്പര്യം അങ്ങനെയല്ല. അവൾക്ക് പരമാവധി മാർക്കൊക്കെ വാങ്ങി ഇഷ്ടപ്പെട്ട വിഷയം ഡിഗ്രിക്ക് പഠിക്കണമെന്നാണ്. അവൾക്ക് വലിയ സ്വപ്നങ്ങളുണ്ട്. അതും നല്ലതാണ് കേട്ടോ. അങ്ങനെ വലിയ സ്വപ്നങ്ങളുള്ളവർ അതിനനുസരിച്ച് അധ്വാനിക്കണം. സ്വപ്നങ്ങൾ എത്തിപ്പിടിക്കണം. എനിക്ക് ചെറിയ ചെറിയ സ്വപ്നങ്ങളേ ഉള്ളൂ. അതുകൊണ്ട് അത്ര കുറച്ച് അധ്വാനിച്ചാൽ മതിയല്ലോ എന്നാണ് എൻ്റെ വിചാരം. വെറുതെ എന്തിനാന്നേ വലിയ സ്വപ്നങ്ങളും കൊണ്ട് നടക്കുന്നത്? ഇവനോട് ഇത്രയും സംസാരിച്ചതിൽ നിന്ന് തന്നെ അരുണിൻ്റെ സ്ഥാനത്ത് പകരം വയ്ക്കാൻ ഇവൻ ബെസ്റ്റാണെന്നാണ് തോന്നുന്നത്. പഠിക്കാൻ വലിയ താല്പര്യമില്ലാത്തവരെയാണ് തനിക്കിഷ്ടം. കുറച്ചുകൂടി സംസാരിക്കണം. അതും കഴിയുമെങ്കിൽ കീർത്തി കൂടെ ഇല്ലാത്തപ്പോൾ. ഒറ്റയ്ക്കാണെങ്കിലേ മനസ്സ് തുറന്ന് സംസാരിക്കാൻ പറ്റുകയുള്ളൂ. അത് കഴിഞ്ഞാൽ മാത്രമേ തീർച്ചയാക്കാൻ പറ്റുകയുള്ളൂ. ചേട്ടായിക്കൊക്കെ എന്നാ അവധി തുടങ്ങുന്നത്? അവധിക്കാലത്ത് എന്താ പരിപാടി? വെറുതെ വീട്ടിലിരിപ്പാണോ? അതോ എങ്ങോട്ടെങ്കിലുമൊക്കെ യാത്രയുണ്ടോ? കൂട്ടുകാരോടൊപ്പം ജോളിയടിക്കാൻ പോക്കില്ലേ? അവധിക്കാലത്ത് വീട്ടിലിരുന്ന് പഠിക്കുന്ന സ്വഭാവമില്ലെന്ന് ഇത്രയും പറഞ്ഞതിൽ നിന്ന് തന്നെ മനസ്സിലായി. പിന്നെ എങ്ങനെ അവധിക്കാലം ചെലവാക്കും എന്നറിയാമല്ലോ. അതാ ഞാൻ ചോദിച്ചത്. എന്തോ പ്രത്യേക ലക്ഷ്യത്തോടെയാണ് ചോദ്യം എന്ന് തോന്നുന്നുണ്ട്. ഏതായാലും ഉള്ള കാര്യം പറഞ്ഞേക്കാം. പിന്നീട് തിരുത്തി പറയേണ്ടി വന്നാൽ അപ്പോൾ നുണ പറഞ്ഞു എന്ന് ആവില്ലേ? ഒരിക്കൽ കേട്ടാൽ ഇവർ ഒന്നും മറക്കില്ല. അങ്ങനെ ദീർഘദൂര ടൂർ പ്രോഗ്രാമുകളൊന്നും ചെയ്യാറില്ല. അതിൻ്റെ ഒരു കാരണം സാമ്പത്തികമായ കുറവ് തന്നെ.
എപ്പോഴുമൊന്നും കയ്യിൽ ആവശ്യത്തിന് പണം കാണില്ല. പിന്നെ കയ്യിലുണ്ടെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ടൂറടിച്ച് അതങ്ങ് തീർക്കും, അത്രയേ ഉള്ളൂ. കൂട്ടുകാരാണെങ്കിലും ഒരു ആവറേജ് ആളുകളാണ്. അവരുടെ കയ്യിലും വളരെ അധികമൊന്നും പണം കാണില്ല. ഒരു ടൂർ പ്രോഗ്രാമിനുള്ള സൗകര്യം ചെയ്തു കൊടുത്താൽ ചിലപ്പോൾ കൂടെ വരും. ഏതായാലും അതിനുള്ള താല്പര്യമുണ്ട്. പണത്തിന് മാത്രമല്ലേ കുറവ് പറഞ്ഞത്. പല സാമ്പത്തിക സ്ഥിതിയിലുമുള്ള കൂട്ടുകാർ വേണമെന്നാണ് എൻ്റെ അഭിപ്രായം. അത്യാവശ്യം പണം മുടക്കി നമ്മളെ ടൂർ കൊണ്ടുപോകാൻ കഴിവുള്ള കൂട്ടുകാർ. അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ ചിലപ്പോഴെങ്കിലും അവരോടൊപ്പം നമുക്കും പോകാൻ കഴിയും. അത് അവർക്ക് സന്തോഷവുമാകും, നമുക്ക് കുറവുള്ളപ്പോൾ സഹായവുമാകും. ന്യായമായും ആലോചിക്കാവുന്ന കാര്യമാണ്. അങ്ങനെയുള്ള കൂട്ടുകാർ വേണമല്ലോ. കയ്യിൽ വശം പോലെ ചിക്കിളിയുള്ളവർ ഉണ്ടായാൽ മാത്രം പോരല്ലോ, ചിലവാക്കുന്നവരും കൂടി ആയിരിക്കണ്ടേ. ഏതായാലും നല്ല കാര്യമാണല്ലോ എലിസബത്ത് പറഞ്ഞത്. ഞാൻ അതിനെപ്പറ്റി നന്നായി ഒന്ന് ആലോചിക്കട്ടെ. അവധി തുടങ്ങാൻ ആകുന്നതേ ഉള്ളൂ. ഇനിയും 3-4 ദിവസങ്ങളുണ്ടല്ലോ. 2-3 ദിവസം കഴിയുമ്പോൾ ഇനിയും കണ്ടെങ്കിൽ വിവരം പറയാം. കീർത്തി നല്ല ഉറക്കമായി എന്ന് തോന്നുന്നു. ഇന്നലത്തെ ഉറക്ഷീണം കാണും. പാവം ഉറങ്ങിക്കോട്ടെ, അവളെ വിളിക്കണ്ട. വണ്ടി ലക്കിടിയിലെത്തി. ഇനി അങ്ങോട്ടുള്ള ഭാഗം മുഴുവനും വളവും തിരിവുമുള്ള ചുരമാണ്. എലിസബത്ത് സൈഡ് സീറ്റിലാണ് ഇരുന്നത്. അതിൻ്റെ ഇപ്പുറത്താണ് കീർത്തി. അവൾ ഉറങ്ങി എലിസബത്തിൻ്റെ ശരീരത്തിലേക്ക് ചാരി കിടക്കുകയാണ്. അതുകൊണ്ട് എലിസബത്തിൻ്റെ ശരീരം കുറച്ചുകൂടി സൈഡിലേക്ക് ചെരിഞ്ഞു. പിന്നിലെ സൈഡ് സീറ്റിലായിരുന്നു അനീഷ് ഇരുന്നിരുന്നത്. വളവും ഇറക്കവും ആയതുകൊണ്ട് മുന്നിലെ കമ്പിയിൽ കൈ പിടിക്കാതെ ഇരിക്കാൻ കഴിയില്ല. കീർത്തി ശരീരത്തിലേക്ക് ചാരിയതുകൊണ്ട് സൈഡിലേക്ക് ചെരിഞ്ഞിരുന്ന എലിസബത്തിൻ്റെ ശരീരത്തിലെ മൃദുല ഭാഗങ്ങൾ അനീഷിൻ്റെ കൈകളിൽ ചേർന്നിരുന്നു. നന്നായി വളവ് തിരിയുമ്പോൾ എലിസബത്ത് മനഃപൂർവ്വം ആ ഭാഗം ആ കൈകളിൽ വെച്ചമർത്തുകയും ചെയ്തു. ഉറപ്പുള്ള ആ കൈപ്പത്തി ശരീരത്തിൽ അമരുന്നതിൻ്റെ സുഖം ഒന്ന് വേറെ തന്നെയാണ്. അടിവാരത്ത് എത്തുവോളം എലിസബത്ത് ആ സുഖം ശരിക്കും അനുഭവിച്ചു. അനീഷ് വിവരമറിഞ്ഞിരുന്നോ എന്നുപോലും അറിയില്ല. അപ്പോഴേക്കും കീർത്തി ഉണർന്നു. എലിസബത്ത് നേരെ ഇരിക്കുകയും ചെയ്തു. സന്തോഷസൂചകമായി അനീഷിനെ തിരിഞ്ഞൊന്ന് നോക്കിയിട്ട് അവൾ സീറ്റിൽ ചാരിയിരുന്നു. അവിടുന്ന് അങ്ങോട്ട് വാഹനത്തിൽ ഭയങ്കര തിരക്കായതുകൊണ്ട് കൂടുതൽ ഒന്നും സംസാരിക്കാൻ കഴിഞ്ഞില്ല. എന്നാലും നല്ലൊരു തുടക്കം ലഭിച്ചതിലെ സന്തോഷം എലിസബത്തിന് പറഞ്ഞറിയിക്കാൻ കഴിയില്ലായിരുന്നു. താൻ ഉദ്ദേശിച്ചതുപോലെ ഒരു ചെറുപ്പക്കാരൻ. അവനുമായി നല്ലൊരു ബന്ധം തുടങ്ങി വയ്ക്കാൻ കഴിയുകയും ചെയ്തു. സമാനമായ ചിന്താഗതിയായിരുന്നു അനീഷിനും. അന്നേ ദിവസം അവർക്ക് രണ്ടുപേർക്കും നേട്ടങ്ങളുടേതായിരുന്നു. അവധിക്കാലത്ത് എന്തൊക്കെയാ ചെയ്യേണ്ടത് എന്ന് ആലോചിച്ചുകൊണ്ട് രണ്ടുപേരും വീടുകളിലേക്ക് പോയി. ആ മാസം മാനന്തവാടിയിൽ ചെറിയാച്ചൻ്റെ കെട്ടിടം പണി ഏകദേശം തീരാറായി. കഴിയുമെങ്കിൽ മഴക്കാലത്തിന് മുൻപ് തന്നെ ഫിനാൻസ് കമ്പനിയുടെ ഉദ്ഘാടനം നടത്താനാണ് ചെറിയാച്ചൻ വിചാരിക്കുന്നത്. പൊതുവെ അയാൾ എന്തെങ്കിലും വിചാരിച്ചാൽ വിചാരിക്കുന്നത് പോലെ നടത്തുകയും ചെയ്യും. അതാണ് അയാളുടെ ഒരു രീതി. അത് തന്നെയാണ് അയാളുടെ വിജയത്തിന് പിന്നിലെ യഥാർത്ഥ കാരണവും. ഏകദേശം 10 ദിവസം കൂടി കഴിഞ്ഞു കാണും. അപ്പോഴേക്കും കെട്ടിടത്തിൻ്റെ പണി കഴിഞ്ഞു. കെട്ടിടം പണി കഴിഞ്ഞാൽ വിവരം ലോനപ്പനെ അറിയിക്കണമെന്ന് പറഞ്ഞിരുന്നു. അയാളും ജിൻസും കൂടി വന്ന് ബാക്കി വേണ്ട കാര്യങ്ങളെല്ലാം പറയാം എന്നുമായിരുന്നു അന്ന് കോഴിക്കോട് നിന്നും കൂട്ടുകാർ രണ്ടുപേരും കൂടി എത്തിച്ചേർന്ന ധാരണ. അതിൻ പ്രകാരം ചെറിയാച്ചൻ ലോനപ്പനെ വിവരമറിയിച്ചു. പറഞ്ഞ സമയത്തെല്ലാം തീർത്തതിൻ്റെ സന്തോഷം പങ്കിടാനും കൂടിയായിരുന്നു ചെറിയാച്ചൻ്റെ വിളി. ഇത്ര പെട്ടെന്ന് നിൻ്റെ കെട്ടിടം പണി തീർന്നോടാ? നീ പണിതത് വെറും ഒറ്റമുറി കെട്ടിടമാണോ? അതോ നീ ഇവിടെ നിന്ന് പറഞ്ഞതുപോലെയുള്ള 2 നിലയാണോ? ഒറ്റമുറിയാണെങ്കിൽ അതിലൊന്നും ഫിനാൻസ് തുടങ്ങാൻ ഒരു ശേലുണ്ടാവില്ല. നീ നിൻ്റെ അരക്കത്തരം മാറ്റി വെച്ചിട്ട് നല്ല ഭംഗിയായിട്ട് കെട്ടിടം പണി തീർക്ക്. പണി തീർന്നെങ്കിൽ ആ കാര്യവും പറ. ഈ കോപ്പനോട്
ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമേ അവൻ ചൊറിയുന്ന വർത്തമാനമേ പറയൂ. പണ്ടത്തെ പോലെയുള്ള വർത്തമാനമേ തന്നെ കൊണ്ട് പറയിക്കുകയുള്ളൂ. പരം തീർന്ന രണ്ടെണ്ണം അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അത് കേട്ട് വാലും ചുരുട്ടി പറയുന്നത് പോലെ അനുസരിക്കുകയും ചെയ്യും. ജന്മസ്വഭാവമല്ലേ, മാറില്ലല്ലോ. നീ എന്നെപ്പറ്റി എന്താ വിചാരിച്ചത്? ഞാനിവിടെ ഒരു ഒറ്റമുറി ഉണ്ടാക്കി വെച്ചേച്ച് വിവരം നിന്നോട് പറയുമെന്നാണോ? അവിടെ നിന്ന് പോന്നപ്പോൾ ഞാൻ എന്തു തീരുമാനിച്ചോ അത്രയും പണി തീർന്നിട്ടുണ്ട്. 2 നിലയുടെ പണി തീർന്നു. 3ഉം 4ഉം നിലകൾ പണിയണമെങ്കിൽ അതിനുള്ള സൗകര്യവും ഫൗണ്ടേഷനിൽ ഇട്ടിട്ടുണ്ട്. എപ്പോഴെങ്കിലും കൂടുതൽ നിലകളുടെ ആവശ്യം വന്നാലോ? എല്ലാവരും അതാണ് പറയുന്നത്. എനിക്ക് അത്രയൊന്നും ആവശ്യം തോന്നിയിട്ടല്ല. എന്നാലും എല്ലാവരും പറയുന്നതും കേൾക്കണമല്ലോ. പിന്നെ ഞാനായിട്ടെന്തിനാ പുറകോട്ട് നിൽക്കുന്നത്? ഇവൻ ആളൊരു ഭയങ്കരൻ തന്നെ. ഇത്ര കാലഘട്ടം കൊണ്ട് തീർക്കണമെങ്കിൽ ഇവൻ്റെ കയ്യിൽ സ്റ്റോക്ക് പണമുണ്ടായിരിക്കണം. ചാരായക്കച്ചവടം നടത്തി ഇഷ്ടംപോലെ സമ്പാദിച്ചു കൂട്ടിയിട്ടുണ്ടാവും. മുഴുവനൊന്നും തന്നോട് പറഞ്ഞിട്ട് കാണില്ല. എവിടെയെങ്കിലുമൊക്കെ വേറെയും കാണുമായിരിക്കും. അതെടുത്ത് സൗകര്യം പോലെ അങ്ങ് ചെലവാക്കി കഴിഞ്ഞാൽ പണി പെട്ടെന്ന് തീരില്ലേ? ഞങ്ങളൊരു കാര്യം ചെയ്യാം. ശനിയാഴ്ച വൈകുന്നേരം ഇവിടുന്ന് അങ്ങ് പോരാം. എന്നിട്ട് അന്ന് വൈകിട്ട് നിൻ്റെ വീട്ടിൽ താമസിച്ച് പിറ്റേ ദിവസം ഞായറാഴ്ച കെട്ടിടവും സൗകര്യങ്ങളും എല്ലാം നോക്കാം. ഇനി അതിലേക്ക് വേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞ് നിന്നെ ഏൽപ്പിച്ച് തീരുമാനമാക്കിയിട്ട് പോരാം. പിന്നെ നിനക്കത് ചെയ്യേണ്ട കാര്യമേ ഉള്ളൂ. കൂടുതലായി ഒന്നും തന്നെ അറിയേണ്ടതില്ല. നല്ലൊരു ശതമാനം കാര്യങ്ങളും നമ്മൾ ചെയ്യുമ്പോൾ തനിയെ അറിഞ്ഞുകൊള്ളും. പിന്നെ അത്യാവശ്യം പരിചയമുള്ള 2 പേരെ ഇവിടെ നിന്ന് തൽക്കാലത്തേക്ക് അയക്കുകയും ചെയ്യാം. ചെറിയാച്ചന് വളരെ സന്തോഷകരമായ ഒരു കാര്യമായിരുന്നു അത്. റിൻസിക്കും ജിൻസിനും തമ്മിൽ കാണാനും ഒത്തെങ്കിൽ മനസ്സുകൊണ്ട് ഇഷ്ടപ്പെടാനും ഉള്ള ഒരു സൗകര്യവും ആകും. ചെറിയാച്ചൻ മനക്കോട്ട കെട്ടുന്നത് പോലെ വല്ലതും നടക്കുമോ? റിൻസിക്ക് ജിൻസിനെ ഇഷ്ടപ്പെടാൻ കഴിയുമോ? അടുത്ത ഭാഗങ്ങളിൽ അറിയാം. കഥ കൂടുതൽ ആകാംക്ഷാഭരിതമാവുകയാണ് കേട്ടോ. ഒരു ഭാഗവും വെറുതെ കളയല്ലേ. കഥ വായിക്കുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായി രേഖപ്പെടുത്തണേ. ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് അടിച്ചേക്ക്. കൂട്ടുകാർക്കും ബന്ധുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്താൽ അത് ഉഗ്രൻ. കഥയുടെ കുറേ ഭാഗങ്ങൾ അവരും കൂടി കേൾക്കട്ടെ എന്ന്. അടുത്ത ഭാഗം നാളെ തന്നെ പോസ്റ്റ് ചെയ്യും. സാധാരണ പോലെ ഉച്ചതിരിഞ്ഞ് 2:30 തന്നെ. എല്ലാവർക്കും നല്ലത് വരട്ടെ. ഓക്കേ.